ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ അബിയിട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാനും ആദർശേട്ടനെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാ. പക്ഷെ നീ കാരണം ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അബി പിന്നെ പിടിച്ചാൽ കിട്ടില്ല, മനസ്സിലായല്ലോ? പിന്നെ ഞാനത് ഇരട്ടി പ്രശ്നമാക്കും. നീയും നിൻ്റെ ഭാര്യയും കൂടെ, അതായത് എൻ്റെ ചേച്ചിയും കൂടെ ആദർശേട്ടനെ അപമാനിക്കുമ്പോഴും ഞങ്ങളെല്ലാം മറന്ന് അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? വീട്ടിലൊരു വലിയ പ്രശ്നം ഒഴിവാകാൻ വേണ്ടിയാ. അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ ഈ തലയിൽ കയറ്റമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത പറയാം. അത് കേട്ടതും ഏട്ടത്തി, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഏട്ടത്തി, മിണ്ടരുത് നീ, മിണ്ടിപ്പോരുത് നീ. അനാമികയെ കാണാൻ നീ പോകുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒരു കാര്യം ഞാൻ പറയാം, അനാമിക അനിക അവളുടെ മോള് സുഖമായി ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സമാധാനത്തോടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവളെ എന്തെങ്കിലും ചെയ്യാൻ നീ തീരുമാനിച്ചാലുണ്ടല്ലോ അബി, പിന്നെ നീ ജയിലിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരും. പിന്നെ നിന്നോട് ഞങ്ങൾ ആരും ക്ഷമിക്കില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് കുറേ അബിയെ വഴക്കുറയുക. എന്നിട്ട് നയനെ അവിടെ നിന്ന് പോവുക. അപ്പോൾ അബി അവളുടെ അനിയത്തി SI ആയപ്പോൾ അവൾക്ക് അഹങ്കാരം കൂടി. എടി, നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, അനഘയെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാത്തിനും ഞാൻ നിരത്തി തരുന്നുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് അബി ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ചന്തുമോളും കൂടെ കാറിൽ പോയിട്ട് അനാമികയുടെ വീടിന് മുന്നിൽ നിൽക്കുക. എന്നിട്ട് ദേവയാനി, മോളിവിടെ ഇരിക്കട്ടോ, മുത്തശ്ശി ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി അങ്ങോട്ട് ചെല്ലുക. അപ്പോഴാണ് വേണുവും രേവതിയും അനാമികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോളെ, നീ അവർക്ക് കരൾ കൊടുത്തിരുന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം മക്കൾ വയറ് കീറി മുറിക്കുന്നത് ഒരമ്മമാർക്കും ഇഷ്ടമല്ല. പക്ഷെ നിന്നെ ഞങ്ങളത് നിർബന്ധിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദേവയാനിയുടെ കരൾ പോകാൻ കാരണമായത് നമ്മളാണ്. ആ നവ്യയെ കൊല്ലാൻ വേണ്ടി നമ്മൾ പാലിൽ വിഷം കലർത്തി വെച്ചതുകൊണ്ടല്ലേ അത് നവ്യ കുടിക്കാതെ ദേവയാനി എടുത്ത് കുടിച്ചത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതുകൊണ്ടല്ലേ ദേവയാനിക്ക് ആ നയന കരൾ കൊടുത്തത്? അങ്ങനെ ആ കരൾ നയന കൊടുക്കാതെ നീ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ദേവയാനി നിന്നെ കൂടെ ചേർത്ത് നിർത്തിയാനായിരുന്നു. പക്ഷെ നീ ഇവിടെ ചെയ്യുന്നതോ? ഇത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും നീ അത് കൊടുക്കാൻ തീരുമാനിച്ചില്ല. എൻ്റെ അച്ഛ, കരളൊക്കെ കൊടുത്ത് അവരെ രക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അത് ശരിയാണ്, പക്ഷെ അവരുടെ കരൾ പോകാൻ കാരണക്കാരായവർ നമ്മളല്ലേ മോളെ. അപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം ചെയ്തു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല എന്നും രേവതിയും പറയുക. ഇത് കേട്ടതും ദേവയാനി ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ ആശുപത്രിയിലാവാൻ കാരണക്കാരി അനാമികയാണല്ലേ? ഇത്രയും നാൾ വന്നിട്ടും എൻ്റെ നയനയെ എൻ്റെ മുൻപിൽ വെച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അവള്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നടക്കുമായിരുന്നു. ഇവളെയൊന്നും വെറുതെ വിട്ടുകൂടാ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി കരഞ്ഞുകൊണ്ട് അവിടെ ഒന്നും പോവുക, അനാമികയെ വിളിക്കാണ്ട്. എന്നിട്ട് കാറിൽ കയറിയിരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പം നമ്മുടെ ചന്തുമോള് ചോദിക്കുക, മുത്തശ്ശി എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോളെ, നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയും വേണുവും അനാമികയും കൂടെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അവിടെയുള്ളവരെ അറിയിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. ഇനി എന്ത് ചെയ്തിട്ടും അനന്തപുരിയിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ. അത് കേട്ടത് അങ്ങനെയാണെങ്കിൽ കയറാനുള്ള വഴികൾ നോക്കണം, ദേവയാനിയെ കയ്യിലെടുക്കണം എന്നൊക്കെ വേണു പറയുക. ഇതൊക്കെ കേട്ടത് അനാമിക ആകെ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയെ ആദർശിനെയാണ്. ആദർശ് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയന അങ്ങോട്ട് ചെല്ലുക. ആദർശേട്ടാ, എന്താ നയനെ, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല നയനെ, എന്തു പറ്റി? അമ്മയ്ക്ക് നമ്മളോട് എന്തോ പറയണമെന്ന്. അത് ഇങ്ങോട്ട് വരുന്നില്ല, കമ്പനിയുടെ അങ്ങോട്ട് കുറച്ച് മാറി നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അത് കേട്ടതും എന്തായിരിക്കും അറിയില്ല, കുറേ നാളായല്ലോ അമ്മ അനാമികയുടെ പിന്നാലെ നടക്കുന്നു, അവൾ എന്തെങ്കിലും കള്ളം ചെയ്യുന്നുണ്ടോയെന്നറിയാൻ. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് വല്ലതും കണ്ടുപിടിച്ച് കാണും, അത് പറയാനായിരിക്കും അതിനെ വിളിക്കുന്നത്. അത് ശരിയാണ്, എന്നാലും കുടുംബത്തിലിങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കണമല്ലോ ആദർശേട്ടാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പേടിയാവുക, എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആദർശേട്ടാ. എല്ലാം കൊണ്ടും മനസ്സിന് നല്ല വിഷമമുണ്ട്. അമ്മ ഓരോന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനാമികയ്ക്ക് ആ വീട്ടിൽ നിലനിൽപ്പില്ല. അത് മാത്രമല്ല അബിയുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അബിയുടെ കാര്യം പിന്നെ എല്ലാ അമ്മയ്ക്കും അറിയാം. ചേച്ചിയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് അമ്മയെല്ലാം മൂടിമറിച്ച് വയ്ക്കുന്നത്. വീട്ടിലിപ്പോൾ പ്രശ്നങ്ങൾ മാത്രമാണ്. വീട്ടിൽ മുത്തശ്ശി അറിയാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. അത് ശരിയാണ്. ഇനിയിപ്പോൾ എന്തായാലും അമ്മ എന്തിനാ വിളിക്കുന്നതെന്ന് നോക്കട്ടെ
എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അല്ല അമ്മ അനാമികയെ വിളിക്കാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകാണ്ട് അമ്മ നമ്മളെ വിളിച്ച് എത്തിരാന്ന് ഒരു പിടിയില്ലല്ലോ ആദർശേട്ടാ. അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുക. എന്നിട്ട് രണ്ടുപേരും അവിടെ ഇങ്ങനെ പോയി കാത്തു നിൽക്കുക. അപ്പോഴേക്കും ദേവയാനി വരുന്നത് നോക്കി നിൽക്കുമ്പോൾ നയന, ആദർശേട്ടാ എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. അമ്മ എന്തൊക്കെയോ അറിഞ്ഞ പോലെയാ സംസാരിച്ചത്. ഇനി അമ്മ വല്ലതും അറിഞ്ഞതാണോ? ഞാൻ ആദർശനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല നയനെ. എന്തായാലും അമ്മ വരട്ടെ. അപ്പോഴേക്കും ദേവയാനി എത്തി. അമ്മ എന്തിനാ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? നിങ്ങൾ എന്തൊക്കെയാ മക്കളെ എന്നിൽ നിന്നും മറച്ചു വയ്ക്കുന്നത്? എല്ലാം എന്നോട് മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അമ്മ എന്താ പറയടേ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ? ഞാൻ ആശുപത്രി കിടക്കാൻ കാരണക്കാരായരാ. എൻ്റെ കരൾ കേടാവാനുള്ള കാരണക്കാരി ആരാ? എന്ത് സത്യത്തിൽ സംഭവിച്ചത്? എനിക്കെല്ലാം അറിയണം. അത് കേട്ടതും അമ്മേ അത് പിന്നെ വേണ്ട, ഇനി ഒന്നും എന്നിൽ നിന്നും മറയ്ക്കാമെന്ന് വിചാരിക്കേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും എല്ലാം അറിഞ്ഞു, അതുപോലെ ഞാനും അറിഞ്ഞു. ഞാനിന്നിപ്പോൾ അനാമികയെ വിളിക്കാനായിട്ട് അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ അതെനിക്ക് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കണം. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്താ സംഭവിച്ചത്? എന്താണെങ്കിലും തുറന്നു പറ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നിർബന്ധിച്ച് ചോദിക്കുക. അത് കേട്ടതും നമ്മുടെ നയന, അമ്മേ നയനെ എന്തായാലും അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി പിന്നെ നീ തന്നെ അതങ്ങ് തുറന്നു പറഞ്ഞേരെ. ഇനിയിപ്പോൾ അതിനെ ചൊല്ലിയൊരു പ്രശ്നം വേണ്ട, അമ്മയും കൂടെ എല്ലാം അറിഞ്ഞോട്ടെ എന്നും പറയുക. അമ്മേ വളരെ വൈകിയാണ് ഞാനും ഈ കാര്യമൊക്കെ അറിഞ്ഞത് എന്നും ആദർശ് ഈ സമയം നമ്മുടെ ദേവയാനി നയനോട് ചോദിക്കുക. എന്താ മോളെ, എന്താണേലും പറ. അത് കേട്ടതും നമ്മുടെ നയന പറയാൻ തുടങ്ങി. അന്ന് ഇതുപോലെ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ പാലുണ്ടാക്കി വെച്ചു. ആ പാലിനകത്ത് വന്ന് ആരും അറിയാതെ ഞാൻ അടുക്കളയിൽ നിന്നും പുറത്തു പോയ സമയത്ത് അനാമിക കയറി വിഷം കലർത്തി വെച്ചു. അത് കേട്ടതും ദേവേനി, ഈശ്വര എന്തൊക്കെ പാപങ്ങളാണ് അവൾ ചെയ്തത്. എന്നിട്ടും അവളെ എന്തിനാ മോളെ അവിടെ വെച്ച് പൊറിപ്പിച്ചത്? അടിച്ചിറക്കായിരുന്നില്ലേ? എന്ത് ചെയ്യാനമ്മേ? ആ പാല് എൻ്റെ ചേച്ചി എടുത്ത് കുടിക്കേണ്ടതായിരുന്നു. അതെ, അതൊന്ന് ആലോചിച്ച് നോക്ക്. മോളുടെ ചേച്ചി കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ സംഭവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാല് കുടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നവ്യയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുണ്ടാവുമായിരുന്നോ? എല്ലാം കൊണ്ടും അവൾ ചെയ്തത് മഹാപാപമല്ലേ മോളെ? എന്നിട്ടും എന്തിനാ അവൾ അനന്തപുരിയിൽ വെച്ച് പൊറപ്പിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യാനാ അമ്മേ? സാരമില്ല, അവളവിടെ നിന്നോട്ടെ. എൻ്റെ ചേച്ചിയോടല്ലേ അവൾ തെറ്റ് ചെയ്തത്, അമ്മയോടല്ലല്ലോ. അതുകൊണ്ട് ക്ഷമിച്ചതാ. ഇന്ന് നിൻ്റെ ചേച്ചിയോട് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചു, നാളെ അത് നിന്നോടാവും. അങ്ങനെയുള്ളവരെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കരുത് മോളെ. അനി പറയുന്നത് എത്രയോ സത്യങ്ങളാണ്. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നെങ്കിൽ അനാമയ്ക്ക് ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടതില്ലായിരുന്നു. ഇത് ഒരു പക്ഷേ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം നമുക്ക് ശല്യമാണല്ലോ മോളെ. ഇപ്പം ഞാൻ അവളെ വിളിക്കാനായിട്ട് അവളുടെ വീട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോഴാണ് അച്ഛനും മോളും അമ്മയും കൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. സത്യം പറഞ്ഞ അനാമികയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാണ്. ഒരു പക്ഷേ അവൾ ചെയ്തതിനുള്ള പ്രായശ്ചിത്യമായിട്ട് അവളുടെ കരളാണ് എനിക്ക് തന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ അവളെ കുറ്റപ്പെടുത്തില്ലായിരുന്നു, ചേർത്ത് പിടിച്ചാനായിരുന്നു. പക്ഷേ എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു പോയി മോളെ. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാനാണ് അവളെ സ്നേഹിച്ചത്. വന്നു കയറിയപ്പോൾ എല്ലാ അർഹതയോടും കൂടെ കയറി വന്ന മരുമകളാണെന്നും പറഞ്ഞ് അവളെ ഞാൻ ഉള്ളം കൈ കൊണ്ട് നടന്നു. ഒരുപാട് സമ്മാനങ്ങൾ നൽകി. വേണുവോ കള്ളം പറയുന്ന ഒരാളാണ്. എല്ലാം കൊണ്ടും എൻ്റെ കഷ്ടകാലമാണല്ലോ മോളെ. ഞാനിനി എന്ത് ചെയ്യും? അതുമാത്രമാണോ? എൻ്റെ മോളെ ഞാൻ എന്തോരം കുറ്റപ്പെടുത്തി. എന്നിട്ടും മോൾക്ക് ഇതിലൊന്നും ദേഷ്യമില്ലേ? അമ്മേ, ഞാനെല്ലാം ക്ഷമിച്ചതാ. കാരണം അനാമിക ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് മുത്തശ്ശനും മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് മുത്തശ്ശനും മുത്തശ്ശി ഇതറിഞ്ഞ മുത്തശ്ശൻ്റെ അസുഖം കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കേട്ടതും ദേവയാനി, ഇല്ല മോളെ, ഇനി അവളെ അവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചാലും അവളെ നമുക്ക് അവിടെ നിന്ന് ഇറക്കി വിടണം. ഇല്ലമ്മേ, നമ്മളെല്ലാവരും കൂടെ പതുക്കെ തീരുമാനിച്ചിട്ട് കാര്യം എന്തായാലും ഇതാക്കിയാൽ പോരെ. ഉടനെ ഇടിപിടിയെന്നൊരു തീരുമാനം എടുത്തിട്ട് അവസാനം അത് വേറെ പ്രശ്നമായി മാറണ്ട. മുത്തശ്ശനോ മുത്തശ്ശിയോ അറിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും നമ്മുടെ ദേവേനെ, എന്നാലും ഇത്രയും വലിയൊരു രാക്ഷസി വീട്ടിലുണ്ടായിട്ട് അവളെ ഒന്ന് പറഞ്ഞു വിടാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ ദേവേനെ, ഞാൻ പോവുക. ഇനി അനാമിക ആ വീട്ടിൽ വരണോ വേണ്ടെന്നുള്ള കാര്യം ഞാൻ എന്തായാലും പോയി ചിന്തിക്കില്ല. അവളെ കൂട്ടിക്കൊണ്ട് വരാനും പോകത്തില്ല. ഇനി എന്താ സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നേരെ അങ്ങ് കാറി കയറി പോവുക. അപ്പോൾ ആദർശ്, നമ്മൾ തന്നെ പറയാണ്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞു നയനെ. ഇനി എന്തായാലും ഇപ്പം അതിനെക്കുറിച്ച് ഓർത്ത് പേടി വേണ്ട. അതെ ആദർശേട്ടാ, ഞാനും അത് തന്നെ ആലോചിക്കുന്നത്.
അതിനെക്കുറിച്ച് ഓർത്തിന് പേടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് ടെൻഷൻ അനിയുടെ കാര്യം ഓർത്തിട്ടാ. അനിയാണെങ്കിൽ അനാമികയുടെ കൂടെ ജീവിക്കില്ല എന്നും പറഞ്ഞ് നടക്കുക. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ജീവിതത്തെ അത് ബാധിക്കില്ല ആദർശേട്ടാ. എന്ത് ചെയ്യാനാ? നിന്റെ നന്ദുവാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഉറപ്പായിട്ടും അവൻ സന്തോഷത്തോടെ ജീവിച്ചതന്നെ. ഇതൊരു പക്ഷേ അവന് നേരത്തെ അറിയായിരുന്നു അനാമിക ഒരു പെരുങ്കള്ളിയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവനിങ്ങനെയൊക്കെ ചെയ്തത്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സഹിച്ചല്ലേ പറ്റൂ. എല്ലാം കൊണ്ടും നമ്മൾ തകർന്നു, അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശനയനെയും അവിടെ ഒന്നും അങ്ങനെ പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനിയാണ്. രണ്ടും കൽപ്പിച്ച ദേവയാനി വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോഴാണെങ്കിൽ ജാനകി എതിരെ വരിക. ഏട്ടത്തി എന്താ ഏട്ടത്തി അനാമികയെ വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ അവളെ വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. അത് കേട്ടതും അതെന്താ ഏട്ടത്തി ഇവിടെ നിന്ന് വിളിക്കാൻ പോകുന്നെന്നും പറഞ്ഞല്ലേ ഏട്ടത്തി പോയത്? പിന്നെ എന്താ വിളിക്കാതിരുന്നത്? പോകുന്ന വഴി എൻ്റെ മനസ്സ് മാറി. അല്ല ജാനകി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെന്തിനാ പോയി അവളുടെ കാല് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് വരുന്നേ? അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, അപ്പോൾ വേണമെങ്കിൽ വരട്ടെ. ഓഹോ, ഏട്ടത്തിയുടെ മരുമകൾ ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ ഏട്ടത്തി ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ദേ ഏട്ടത്തി, ഒരു കാര്യം ഞാൻ പറയാം. ഏട്ടത്തിയുടെ മരുമോൾ ഇറങ്ങിപ്പോയാൽ ഏട്ടത്തി അവളെ ഇഷ്ടമല്ലെങ്കിലും പോയി വിളിച്ചുകൊണ്ട് വന്നില്ലേ? അപ്പം പിന്നെ എൻ്റെ മരുമോളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾ എല്ലാ യോഗ്യതയുള്ള കുട്ടിയാണ്. ഈ വീട്ടിൽ എല്ലാം കൊണ്ടും കയറി വന്ന നല്ല മരുമകൾ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മരുമോളെ വിളിക്കണ്ടെന്ന് പറയാനുള്ള അധികാരം എന്താ ഏട്ടത്തിക്ക്? ദേ ഏട്ടത്തി, ഒരു കാര്യം ഞാൻ പറയാം. ഏട്ടത്തി എൻ്റെ മരുമോളെ കുറ്റപ്പെടുത്തണ്ട, അതെനിക്കിഷ്ടമല്ല. എൻ്റെ ജാനകി അവരുടെ കുടുംബം കള്ളം പറയുന്ന കുടുംബമാണ്. അനാമിക ചെയ്ത തെറ്റുകളൊക്കെ നീ അറിയുന്നതല്ലേ? വേണു നമ്മളോട് ഇതിനും വേണ്ടും കള്ളം പറഞ്ഞത്? ഓ, അതൊരു വലിയ കള്ളമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സ്വന്തം മോളുടെ ജീവൻ സുരക്ഷിതമാകാൻ വേണ്ടി ഏതൊരച്ഛനും കള്ളം പറയും. ഓ, അങ്ങനെയാണല്ലേ? പിന്നെ ഏട്ടത്തിയുടെ മരുമോളുടെ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? അവൾക്ക് 2 അനിയത്തിമാരില്ല എന്ന് വരെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നവ്യയെ കല്യാണം കഴിക്കാൻ നേരത്ത് എന്തൊക്കെ കള്ളങ്ങൾ. വലിയ വീട് അവരുടെയാണ്, സ്വർണവും പണവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തന്നിട്ട് അവസാനം പ്രശ്നങ്ങൾ എവിടം വരെ ആയിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ മരുമോളുടെ അമ്മ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരതൊക്കെ തിരുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, അതൊക്കെ പറഞ്ഞതിന് അവരെന്നോട് ക്ഷമയും ചോദിച്ചു. പക്ഷേ ഇവിടെ വേണുവും രേവതിയും അനാമികയും കൂടെ ചെയ്യുന്നത് ഒട്ടും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് ജാനകി. അങ്ങനെയുള്ളപ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. ദേ ഏട്ടത്തി, ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ മരുമോളെ ഇങ്ങോട്ട് കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഏട്ടത്തി അത് തീരുമാനം എടുക്കണ്ട. ഏട്ടത്തി എന്തായാലും പോകാത്ത സ്ഥിതിക്ക് ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ മരുമോളെ ഇപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഏട്ടത്തിൻ്റെ മരുമോളെ ഏട്ടത്തിക്ക് പ്രിയപ്പെട്ടവളായപ്പോൾ എൻ്റെ മരുമോൾ ഇവിടെ ആരുമല്ലാതായി. അങ്ങനെയല്ല ജാനകി, നീ വെറുതെ എൻ്റെ അടുത്ത് തർക്കി നിൽക്കുന്നത് എന്തിനാ? പിന്നെ ഞാൻ ആരോട് തർക്കിക്കണം? ഞാൻ ആരോടും തർക്കിക്കാനില്ല. എൻ്റെ മരുമോൾ കൊള്ളില്ലാത്തവളാണെങ്കിൽ ഏട്ടത്തിയുടെ മരുമോളും ഈ വീട്ടിൽ കൊള്ളില്ലാത്തവൾ തന്നെയാണ്. അതുകൊണ്ട് അവളെക്കാളെ യോഗ്യതയുള്ള എൻ്റെ മരുമോളെ ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അങ്ങ് പോവുക. അവളെ കൊണ്ടുവരാതിരുന്നാൽ മതിയായിരുന്നു, അവൾ വരാതിരുന്നാൽ മതിയായിരുന്നു. അവളെ കാണുന്ന ഓരോ നിമിഷവും പാലിൽ വിഷം കലർത്തി എന്നെ കൊല്ലാൻ നോക്കിയവളുടെ മുഖം എനിക്ക് ഓർമ്മ വരിക. എൻ്റെ ഈശ്വര, അവളെപ്പോലൊരു ദുഷ്ടയെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിടണം. അതിന് നീ തുണയാകണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനെ പ്രാർത്ഥിക്കുക. ഈ സമയം മുത്തശ്ശിയാണ് കാണിക്കുന്നത്. എന്തായാലും കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി അനാമിക മോൾ ഇറങ്ങിപ്പോകുന്നത്. വേണു പറഞ്ഞ കള്ളം നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇദ്ദേഹം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അത് ശരിയാണ്, കള്ളം പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ മകൾക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ അയാൾ കള്ളം പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ അയാളോട് ക്ഷമിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദേവയാനി വരിക. അപ്പം മുത്തശ്ശൻ, എന്താ ദേവയാനി, അനാമിക മോളെ വിളിച്ചോ? ഇല്ലച്ചാ, പോയില്ല ഞാൻ അങ്ങോട്ട്. അതെന്താ ദേവയാനി, നിന്നോട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞതല്ലേ? അനാമിക മോളെ വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ? പിന്നെ നീ എന്താ പോകാതിരുന്നത്? അത് പിന്നെ ജാനകി പോയിട്ടുണ്ട്, അതുകൊണ്ടച്ചാ ഞാൻ പോകാതിരുന്നത്. അപ്പം ജാനകിയുടെ കൂടെ നിനക്കും കൂടെ പോകാമായിരുന്നില്ലേ? അത് വേണ്ടച്ചാ, ജാനകി പോകുമ്പോൾ അവൾ ഒറ്റയ്ക്ക് പോയി വിളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. അതെന്താ ദേവയാനി നീ അങ്ങനെ പറഞ്ഞത്? അനാമിക മോളെന്ന് വെച്ചാൽ നിനക്ക് ജീവനായിരുന്നല്ലോ. അത് പിന്നെ അച്ഛാ, അനി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ഇപ്പം തന്നെ വേണു എന്തൊക്കെ കള്ളവാ പറയുന്നത്. എൻ്റെ ദേവയാനി, അത് സാരമില്ല, വിട്ടുകളാ. നമുക്ക് ഇട്ടുമൂടാനുള്ള സ്വത്തില്ലേ? പിന്നെ എന്തിനാ സ്വത്തുക്കളുള്ളത് കള്ളം പറഞ്ഞവരോട് നമ്മൾ വെറുപ്പ് കാണിക്കുന്നേ? അതൊന്നും സാരമില്ല ദേവയാനി, അവർ പറഞ്ഞോട്ടെ, നമ്മളതൊന്നും കയ്യിലെടുക്കണ്ട. പിന്നെ അച്ഛാ, എനിക്ക് അവളുമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ അനാമിക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും വർഷമായിട്ടും അനന്തപുരിയിൽ ഒരാൾ 2ആയിട്ട് ജീവിക്കുന്നത് കണ്ട ചരിത്രമില്ല. അത് അനിയുടെ ജീവിതത്തിൽ നിന്നാകരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും നമ്മുടെ മുത്തശ്ശൻ ദേവയാനിയുടെ മുഖത്ത് നോക്കി പറയുക. അച്ഛാ, അത് പിന്നെ
ഞാനെന്ത് പറയാനാ? വേണ്ട, ഒന്നും പറയണ്ട. അനാമിക മോൾ ഈ വീട്ടിലേക്ക് വരണം. അവൾ ഇവിടെ താമസിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനത് കേൾക്കാൻ പോകുന്നില്ല. കാര്യം ശരിയാണ്. കള്ളം പറയുന്ന അച്ഛൻ വളർത്തിയ മകൾ ഇത്തിരി വശപശകായിരിക്കും എന്ന് കരുതി അവളെ ഇവിടെ ഇറക്കി വിടാനോ അനിയുടെ ജീവിതം തകർക്കാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് അവൾ വരണം എന്നും തറപ്പിച്ച് പറയണം മുത്തശ്ശൻ. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.